ഞാൻ ഈ മഴയുടെ കാര്യം പറഞ്ഞല്ലോ. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഓൾറെഡി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ദീപക് തരമിടവും കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലും തത്സമയം ചേരുകയാണ്. ആദ്യം കാസർഗോഡ് നിന്ന് ആരംഭിക്കാം. അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് എങ്ങനെ മഴ തകർക്കുന്നുണ്ടോ? മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നല്ല ശക്തമായ മഴ, ഒറ്റപ്പെട്ട മഴ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നും ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെയും ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയാണ് ഈ മഴ കനത്തത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് വരെ, അതായത് 6 മണി വരെ ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന റോഡാണ്, NH 66 ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഷിറിയ പുഴയും തേജസ്വിനി പുഴയും ഒക്കെ കരകവിയാനുള്ള സാധ്യതയുണ്ട്. അതായത് ശക്തമായ മഴ പെയ്യുമ്പോൾ തന്നെ പുഴയിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വെള്ളരിക്കുണ്ട് പോലുള്ള മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദേശീയപാത കടന്നു പോകുന്ന ബേവിഞ്ച, തെക്കിൽ, അതുപോലെ തന്നെ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളിലുള്ള ആളുകളോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ സുരക്ഷിതരായിരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട് സ്കേൻ. പക്ഷേ മഴക്കാറുണ്ട്. ഏത് നിമിഷവും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സ്കേൻ. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ.